शुभानन्दाय नमः। ॐ श्री शुभानन्दाय नमः। ॐ श्री शुभानन्दाय नमः। സർവാത്മസമ്പൂർണൻ സർവലോകീശ്വരൻ സർവത്തിലും സദാ വാഴുന്നവൻ. സർവാത്മസമ്പൂർണൻ സർവലോകീശ്വരൻ സർവത്തിലും സദാ വാഴുന്നവൻ. സർവദോഷങ്ങളും പാടെ ഒഴിച്ചിട്ട് സർവദോഷങ്ങളും പാടെ ഒഴിച്ചിട്ട് സൗഭാഗ്യം നൽകുന്ന സർവേശ്വരൻ. ശുഭാനന്ദം ആത്മബോധോദയം. ശുഭാനന്ദം ആത്മബോധോദയം. സർവാത്മസം ഗുരുവിന്റെ ജന്മദിനമാഘോഷിപ്പാൻ ജന്മമെടുത്ത ആത്മലോകം ഒരുങ്ങിക്കൊള്ളുക. ഗുരുവിന്റെ ജന്മദിനമാഘോഷിപ്പാൻ ജന്മമെടുത്ത ആത്മലോകം ഒരുങ്ങിക്കൊള്ളുക. ജന്മപാപം കർമ്മദോഷം ജീവനാശം തീർത്തു തന്ന ജന്മപാപം കർമ്മദോഷം ജീവനാശം തീർത്തു തന്ന ഉടമസ്ഥനാകുമെന്റെ ശുഭാനന്ദമേ. ജന്മപാപം കർമ്മദോഷം ജീവനാശം തീർത്തു തന്ന ഉടമസ്ഥനാകുമെന്റെ ശുഭാനന്ദമേ. ഇനിയാകുന്ന ഗുരുവിന്റെ ജന്മദിനം ആഘോഷിക്കാനാണ് നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത്. ഒത്തുചേർന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഈ ഗുരുവിന്റെ അറിവിൽ കൂടിയാണ്. അല്ലായെങ്കിൽ ഒരു കാരണവശാലും ഇത്രയും ജനങ്ങൾ ഈ വിധത്തിൽ ഒന്നിച്ചു കൂടുകയില്ല. ഈ ഗുരുവിന്റെ അറിവിൽ വന്നു ചേരുകയും ഈ ആദർശത്തിൽ കൂടി ജീവിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ പരസ്പരം അറിയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ സമയത്ത് ഇങ്ങനെ ഇതിനുള്ളിൽ വന്നിരിക്കുകയില്ല. നിങ്ങൾ തമ്മിൽ ഒത്തു ജീവിക്കുന്നവർ പോലും പരസ്പരം ബന്ധിക്കാനും ഈ വിധത്തിൽ ജീവിക്കാനും കാരണമായി തീർന്നത് ഈ ഗുരുവാണ്. അങ്ങനെ ഗുരുവിന്റെ അറിവിനാൽ ഏകോപിച്ച് ഇരുന്നു കൊണ്ട് നമ്മൾ എന്താണ് നടത്തുന്നത്? പൂരം ജന്മനക്ഷത്ര മഹോത്സവമാണ്. അറിവാകുന്ന വഴിയിൽ ആത്മലോകത്തെ തിരിച്ചതായ ആ അറിവിന്റെ അവതാരസുദിനം ആഘോഷിക്കുന്നു നമ്മൾ. എന്താണ് അതിന്റെ പേര്? പൂരം നക്ഷത്ര ദിനം പുണ്യദിനം. നമുക്ക് പൂരം നക്ഷത്ര ദിനം പുണ്യദിനം. പൂരം പൂജ
പണ്ട് എൻ്റെ ഒരു ഭക്തൻ പാടി, പണ്ട് ഭഗവാന്റെ ഒരു ഭക്തൻ പാടി, പേര് കേട്ടാൽ അതിന്മീതെ ആനന്ദം മറ്റൊന്നുമില്ല, പേര് കേട്ടാൽ അതിന്മീതെ ആനന്ദം മറ്റൊന്നുമില്ല, ആര് കണ്ടാലും ആ പാദം നമിച്ചു പോകും, ആര് കണ്ടാലും ആ പാദം നമിച്ചു പോകും. എന്നെ കുറിച്ച് എൻ്റെ ഒരു ഭക്തൻ എഴുതിയതാണ്. ഭഗവാനെ കുറിച്ച് ഭഗവാൻ ഇപ്പോൾ ഈ പൂരം നക്ഷത്രം എന്ന ഒരു പദം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ കീർത്തനം, പൂരം നക്ഷത്രം എന്ന പദം ഉപയോഗിച്ച് കീർത്തിച്ചിരിക്കുന്ന ഈ കീർത്തനം പാടുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ആനന്ദം ഉണ്ടാകുന്നു എങ്കിൽ, പാടുമ്പോൾ നമുക്ക് ഇത്രയും ആനന്ദം ഉണ്ടാകും. ഈ യഥാർത്ഥ വഴിയിൽ കൂടി ജീവിച്ച് ജ്ഞാനക്കണ്ണ് തുറന്ന് പൂരം നക്ഷത്രം അകതാരിൽ കാണാൻ ഇടയായാൽ എന്തായിരിക്കും അവസ്ഥ? യഥാർത്ഥമായ വഴിയിൽ ജീവിച്ച് ജ്ഞാനക്കണ്ണ് തുറന്ന് പൂരം നക്ഷത്രം അകതാരിൽ കാണുവാൻ ഇടയായാൽ എന്തായിരിക്കും യഥാർത്ഥമായ അവസ്ഥ? അങ്ങനെ ആഗ്രഹമുള്ള ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ആ ആഗ്രഹമുണ്ടെങ്കിൽ അതേ നിലയിൽ ശക്തമായി കൈ ഉയർത്തും, അതേ നിലയിൽ കൈ അടിക്കുകയും ചെയ്യും. പൂരം നക്ഷത്ര ദിനം ഈ പൂരം നക്ഷത്രത്തെ അകതാരിൽ കാണുവാനും അറിയുവാനും അനുഭവിപ്പാനും എന്താണ് മാർഗം? പൂരം നക്ഷത്രത്തെ അകതാരിൽ കാണുവാനും അറിയുവാനും അനുഭവിപ്പാനും എന്താണ് മാർഗം? ഇപ്പൊ നിങ്ങൾ പൂരം നക്ഷത്രത്തെ കണ്ടവരെത്ര പേരുണ്ട്? പൂരം നക്ഷത്രത്തെ കണ്ടവർ എത്ര പേരുണ്ട്? എവിടെ വെച്ചാ കണ്ടത്? എവിടെ വെച്ചാ കണ്ടത്? എന്തുവാ? എവിടെ വെച്ചാ പൂരം നക്ഷത്രം കണ്ടത്? എവിടെ വെച്ചാ? ആഘോഷം കണ്ട കാര്യമല്ല ചോദിക്കുന്നത്. പൂരം നക്ഷത്രത്തെ, താരക ബ്രഹ്മത്തെ കണ്ട ആളുകളാണോ കൈപൊക്കിയത്? എവിടെ വെച്ച് കണ്ടു? അവതാരമായി ഗുരു അവതാരമായി ഗുരു അവതാരമായി
ജന്മദിനമല്ല പൂരം നക്ഷത്രം, നമുക്ക് വെറും ഒരു ജന്മദിനമല്ല പൂരം നക്ഷത്രം, വെറും ഒരു ആഘോഷമല്ല പൂരം നക്ഷത്രം, വെറും ഒരു ആഘോഷമല്ല പൂരം നക്ഷത്രം. ഒരു ജന്മത്തിന്റെ, ഒരു മഹാമനുഷ്യ ജന്മത്തിന്റെ പൂർത്തീകരണമാണ് പൂരം നക്ഷത്രം. ഒരു മഹാമനുഷ്യ ജന്മത്തിന്റെ പൂർത്തീകരണമാണ്. ആ പൂർത്തീകരണത്തിൽ എത്തുന്നത് ഈ പൂരം നക്ഷത്രത്തിലേക്ക് എത്തുമ്പോഴാണ്. ആ പൂർത്തീകരണത്തിൽ എത്തുന്നത് പൂരം നക്ഷത്രത്തിലേക്ക്. അതാണ് ആനന്ദിക്കാം, നമുക്ക് ആനന്ദിക്കാം, പൂരം നക്ഷത്രത്തിൽ ആനന്ദിക്കാം. ആനന്ദിക്കാം, നമുക്ക് ആനന്ദിക്കാം, പൂരം നക്ഷത്രത്തിൽ ആനന്ദിക്കാം. പൂരം നക്ഷത്ര മഹോത്സവ ദിനത്തിൽ ആഘോഷിക്കാമെന്നല്ല, ആനന്ദിക്കാമെന്നല്ല പറഞ്ഞത്. പൂരം നക്ഷത്ര ദിനത്തിൽ ആനന്ദിക്കാമെന്നല്ല പറഞ്ഞത്. ആ ആഘോഷം നടക്കുമ്പോൾ നമുക്ക് ആനന്ദം ഈശ്വരൻ തരുന്നുണ്ട്. ആഘോഷം നടക്കുമ്പോൾ നമുക്ക് ആനന്ദം ഈശ്വരൻ തരുന്നുണ്ട്. എന്തിനു വേണ്ടി? ആ ആനന്ദത്തിലേക്ക് ആഗ്രഹമുണ്ടായി നീ നിന്റെ സ്വന്തം ജീവിതം ആനന്ദ കർമ്മങ്ങൾ കൊണ്ട് നിറയ്ക്കുവാൻ വേണ്ടി തരുന്ന ആനന്ദം. ആനന്ദത്തിലേക്ക് ആഗ്രഹമുണ്ടായി സ്വന്തം ജീവിതം ആനന്ദ കർമ്മങ്ങൾ കൊണ്ട് നിറയ്ക്കുവാൻ വേണ്ടി ആനന്ദം തരുന്നു. അതിനു വേണ്ടി തരുന്ന ആനന്ദമാണ്. ആ ആനന്ദത്തെ സ്ഥിരമായി നിലനിർത്തിക്കൊണ്ട് നീ പോകുമ്പോൾ നീ ചെന്ന് ചേരുന്നത് പൂരം നക്ഷത്രത്തിലാണ്. ആനന്ദത്തെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ചെന്ന് ചേരുന്നത് പൂരം നക്ഷത്രം. ആ പൂരം നക്ഷത്രത്തിൽ ആനന്ദിക്കാം, നമുക്ക് ആനന്ദിക്കാം, ശരീരത്തോടുകൂടി വാഴുന്ന വാഴ്ചയെ കാണുന്നത് തന്നെ പൂരം കണ്ടു എന്നാണ്. ഈ ലോകത്തിൽ ശരീരത്തിൽ വാഴുന്ന വാഴ്ചയെ കണ്ടുകൊണ്ട് തന്നെ പൂരം കണ്ടു എന്ന് തന്നെ. ആ അർത്ഥത്തിൽ കൈ ഉയർത്തി എത്ര പേരുണ്ട്? ശരിക്കും അങ്ങനെ തന്നെ മുക്കിയതാണോ? അതോ ജന്മനക്ഷത്രം ആഘോഷം കണ്ടെന്ന് പറഞ്ഞ് മുക്കിയതാണോ? അങ്ങനെയാണ് മുക്കിയതെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം ഗുരു ആരാണെന്നുള്ളത് പരിപൂർണമായി ബോധ്യപ്പെട്ടുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ കഴിഞ്ഞാൽ അതിൽ പരം മഹാഭാഗ്യം വേറെ ഒന്നുമില്ല. ഗുരു ആരാണെന്ന് പരിപൂർണമായി ബോധ്യപ്പെട്ടുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിഞ്ഞാൽ അതിൽ വേറെ ഒരു ഭാഗ്യവും വരാനില്ല. ഒരു ഭാഗ്യവും ആളുകൾ കരുതുകയുമില്ല. കാരണം എന്തുകൊണ്ട്? എനിക്കുള്ള ധനം എന്റെ ഗുരു എന്തെല്ലാം ലോകത്തിൽ ഉണ്ടാകട്ടെ, എന്തെല്ലാം ലോകത്തിൽ നശിക്കട്ടെ, ആരെങ്കിലും ഒക്കെ ബഹുമാനിക്കട്ടെ, ആരെങ്കിലും ഒക്കെ അപമാനിക്കട്ടെ, ആരെങ്കിലും ഒക്കെ സ്നേഹിക്കട്ടെ, ആരെങ്കിലും ഒക്കെ വെറുക്കട്ടെ, ഗുരു ശിഷ്യ ബന്ധത്തിൽ ജീവിക്കുന്ന ഒരു ആത്മാവിനെ സംബന്ധിച്ച് ഇതൊന്നും ആ ഹൃദയത്തിൽ ബാധിക്കുകയില്ല. അവരൊറ്റ കാര്യമേ നോക്കുകയുള്ളൂ, ഉള്ളിൽ കാണുന്ന രൂപത്തിന് മങ്ങലുണ്ടാകുന്നുണ്ടോ. എന്റെ ഗുരു അറിയിച്ച അറിവിൽ പ്രകാരം എന്റെ അകതാൽ ഉരുവായി വന്ന ഗുരുവിന്റെ തിരുമുഖത്ത് എന്തെങ്കിലും മങ്ങലുണ്ടാകുന്നുണ്ടോ, അതാണ് അവരെപ്പോഴും സൂക്ഷിക്കുന്നത്. അതിന് ലളിതമായി പറയുന്ന പേര് ആത്മസുഖം എന്നാണ്. ആ ഗുരുമുഖം കാണുന്നതാണ് ആത്മസുഖം. അത് കൃത്യമായിട്ട് അതിനൊരു രൂപം കൊടുത്ത് കാണാൻ കഴിയുന്നവരുണ്ട്, അല്ലാതെ ആ സുഖത്തെ നിലനിർത്തിക്കൊണ്ട് പോകുന്നവരുണ്ട്. ഒന്നും അറിയാതെ ഒരു ആവേശത്തിലും ഒരു ആർത്തിയിലും ആ ഒരു പ്രത്യേക അനുഭൂതിയിലും നിലനിന്ന് പോകുന്നവരുമുണ്ട്. ഈ മൂന്ന് കൂട്ടരും ഒരേ
വകുപ്പിലാണ് ചേർന്നിരിക്കുന്നത്. എന്തുകൊണ്ട്? അവര് അറിഞ്ഞ അറിവിനെ രൂപീകരിച്ച് പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായ സുഖമാണ് അവർ നിലനിർത്തിയിരിക്കുന്നത്. അവിടെ ഒരു മങ്ങൽ വെക്കാൻ അവർക്ക് ഇഷ്ടമല്ല. ആ കർമ്മങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന, ഗുരുകർമ്മങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സമൂഹമോ വന്നാൽ അവരെ ആ വ്യക്തി മറ്റുള്ളവരെല്ലാം വെറുത്ത് കളയും. അവരെ മുഴുവൻ വെറുത്ത് കളയും. എന്റെ ഗുരുവിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ ഇത് അനുവദിക്കുന്നില്ല, അതുകൊണ്ട് എനിക്കിത് വേണ്ട. ഈ സാധനം നമ്മൾ നിത്യോപയോഗം ചെയ്യുന്ന ഒരു സാധനമാണെന്നിരിക്കട്ടെ, ഗുരുകർമ്മങ്ങൾക്ക് തടസ്സമായി വരുന്നു എന്ന് കണ്ടാൽ ആ സാധനം എത്ര വിലപിടിപ്പുള്ളതായാലും ഉപേക്ഷിച്ച് കളയാൻ തീരുമാനിക്കുക. ഈ ഉപകരണം ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം എനിക്ക് കൃത്യമായി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എന്റെ ധ്യാനം നടക്കുന്നില്ല, മനോനിയന്ത്രണം പറ്റുന്നില്ല എന്ന അങ്ങനെ ഒരു ചിന്ത ഉണ്ടായി കഴിയുമ്പോ എന്നാ ഈ ഉപകരണത്തെ കൊണ്ട് വലിയ ഉപയോഗമൊക്കെ ഉണ്ടല്ലോ എന്ന് ചിന്തിച്ച് അതിനെ കരുതുകയല്ല. എന്റെ ആത്മസുഖത്തിന് കുറവ് വരുത്തുന്ന ഈ സാധനം, ഈ ഉപകരണം എനിക്കിനി വേണ്ട. അങ്ങനെ ചരങ്ങളോടും അചരങ്ങളോടും സന്ധിയില്ലാത്ത സമരം ചെയ്യുന്ന ഉന്നതമായ ഹൃദയങ്ങളെയാണ് ഈശ്വരൻ സ്വീകരിച്ച് പ്രവർത്തിപ്പിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിനോട് സ്നേഹമില്ലെന്നല്ല, എന്നാൽ പൂർണ്ണമായി വെറുക്കുന്നുവെന്നുമല്ല, താൽക്കാലികമായി അതിനെല്ലാം ഉപേക്ഷിച്ച് കളയുകയാണ്. എന്തിനു വേണ്ടി? എന്റെ ആത്മസുഖത്തിനായി ഞാൻ തന്നെ കർമ്മിക്കുന്നു. എന്റെ എന്റെ ആത്മസുഖത്തിനായി ഞാൻ തന്നെ കർമ്മിക്കുന്നു. എതിരായി വരുന്നവ ഒക്കെ വെറുത്തിടുന്നു. എന്റെ ആത്മസുഖത്തിനായി ഞാൻ തന്നെ കർമ്മിക്കുന്നു. എതിരായി വരുന്നവയൊക്കെ വെറുത്തിടുന്നു. ആത്മസുഖത്തെ കരുതി ജീവിക്കുന്നവർക്കാണ് ഉന്നതമായ ഭാഗ്യത്തിലെത്താൻ പറ്റുന്നത്. അവർക്കൊക്കെയും പൂരം നക്ഷത്രത്തിലേക്ക് ചെന്ന് ചേരാൻ കഴിയും. 10 ദിവസം നമ്മൾ ആദർശ കൊടി ഉയർത്തിക്കൊണ്ട് ഇവിടെ ജന്മനക്ഷത്ര മഹോത്സവം നടത്തുമ്പോൾ, ഇപ്പോൾ അടുത്ത കാലത്തായിട്ടാണ് ജന്മനക്ഷത്ര സ്തുതി എന്ന പേരിൽ ഒരു സ്തുതിയൊക്കെ നമ്മൾ തുടങ്ങിയത്. ആദ്യകാലം മുതലേ ഈ സ്തുതി ഇവിടെ ഉണ്ട്. ആദർശ കൊടി ഉയർത്തുന്ന സമയം മുതൽ അന്നത്തെ അംഗബലം അനുസരിച്ച് സാധുക്കളായ സന്താനങ്ങൾ ഒത്തുചേർന്നിരുന്ന് ഈ സ്തുതി നടത്തിക്കൊണ്ടേയിരുന്നു. അന്ന് ആഹാരം കൊടുക്കാൻ ആരുമില്ല, പേരെഴുതി പ്രസിദ്ധീകരിക്കാൻ ആരുമില്ല, എത്ര നേരമായിട്ട് ഇരിക്കുന്നു എന്ന് ചോദിക്കാൻ ആരുമില്ല, വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കാൻ ആരുമില്ല. അങ്ങനെ കഷ്ടതയും പട്ടിണിയും നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ സാധുക്കളായ എന്റെ സന്താനങ്ങൾ അന്നും ഈ സ്തുതി നടത്തിയിരുന്നു. അന്ന് അവർ കഷ്ടപ്പെട്ട് സ്തുതിക്കുന്നത് കണ്ട് എന്റെ ഹൃദയത്തിൽ തോന്നിയ വിങ്ങലും, പകരം ഒന്ന് കയറി വരാൻ ആരുമില്ലല്ലോ എന്നോർത്ത് അവർ ചിന്തിച്ച ചിന്തയും, ഇത് രണ്ടും കൂടി ഏകോപിപ്പിച്ചപ്പോൾ ഈ കാണുന്ന വിധത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഒത്തുചേർന്നിരുന്നു കൊണ്ട് സ്തുതിക്കുവാൻ തക്ക വിധത്തിൽ ഈശ്വരൻ എല്ലാം ഒരുക്കിയതാണ് ഇന്ന് ഈ കാണുന്നത്. അല്ലാതെ ഇത് ആരുടെയും മിടുക്കൊണ്ടുണ്ടായതല്ല. ആർക്കും ഇതിനകത്തൊരു അവകാശാധികാരവും പറയാനുമില്ല. ത്യാഗപരിപൂർണ രൂപനാകുന്ന ഗുരുവിന്റെ ത്യാഗകർമ്മത്തിന്റെ അനുബന്ധമായ കർമ്മങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം. എന്നാൽ ഇതെല്ലാം നടത്തപ്പെടുന്നത് മാറ്റമില്ലാത്ത പരമഗുരു ഈ സന്നിധാനത്തിലൊരു ദേഹത്തിൽ എന്നും വാഴുന്നത് കൊണ്ടാണ് എന്ന് നിങ്ങൾ ആരും മറന്നു പോകരുത്. മാറ്റമില്ലാത്ത പരമഗുരു മരണമില്ലാതെ വാണിരുന്നുകൊണ്ട് മാറ്റമില്ലാത്ത ആശ്വാസം
കൊടുക്കുന്നത് കൊണ്ടാണ് മാറ്റമില്ലാതെ ആത്മാവിലേക്ക് പകർന്നു ആ ആത്മലോകം തേടി തേടി സന്നിധാനത്തിൽ എത്തി ഈ ആശ്വാസം അനുഭവിച്ചുകൊണ്ട് പോകുന്നത്. ആത്മലോകം തേടി തേടി തിരുസന്നിധാനത്തിലെത്തി ആശ്വാസം അനുഭവിച്ചു. അങ്ങനെ ആശ്വാസം അനുഭവമാകുന്നവരാണ് ആശ്വാസം ഈ അനുഭവം ജന്മനക്ഷത്രത്തിന്റെ മാഹാത്മ്യം തിരിച്ചറിയുന്നതും വർഷം തോറും നമുക്ക് സന്താനങ്ങൾ കൂടി വരുന്നത്. ഈ ജന്മനക്ഷത്രത്തിന്റെ മഹാത്മ്യം തിരിച്ചറിയുന്നതും വർഷം തോറും സന്താനങ്ങൾ കൂടി അങ്ങനെ സന്താനങ്ങൾ ഒത്തുചേർന്നിരുന്ന് ഈ സ്തുതിയൊക്കെ നടത്തുമ്പോ അങ്ങനെ ഭഗവത് സന്താനങ്ങൾ ഒത്തുചേർന്നിരുന്ന് ഈ സ്തുതിയൊക്കെ നടത്തുമ്പോൾ ജന്മനക്ഷത്ര മഹോത്സവത്തിന്റെ മാറ്റു കൂടുകയാണ് ചെയ്യുന്നത്. ജന്മനക്ഷത്ര മഹോത്സവത്തിന്റെ മാറ്റു കൂടുകയാണ്. അതിനോടൊപ്പം വിവിധ കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം വിവിധ കർമ്മങ്ങൾ രാവിലെയും വൈകിട്ടും ആശ്രമ പ്രദക്ഷിണവും എഴുന്നള്ളത്തും നടക്കും. രാവിലെയും വൈകിട്ടും ആശ്രമ പ്രദക്ഷിണവും എഴുന്നള്ളത്തും നടക്കും. അതിനിടയിൽ സമൂഹ സദ്യ അതുപോലെ ഭക്ഷണ വിതരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സമൂഹ സദ്യ അതുപോലെ ഭക്ഷണ വിതരണങ്ങളൊക്കെ ആ ആധ്യാത്മികമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന പല പരിപാടികൾ നടക്കുന്നുണ്ട്. ആധ്യാത്മിക കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന കലാപരിപാടികൾ ആ ശുഭാനന്ദ ഗാനങ്ങൾ കൂടുതൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഭക്തിഗാന സുധ നടക്കുന്നുണ്ട്. ഗാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഭക്തിഗാന സുധ നടക്കുന്നുണ്ട്. ആ അതുപോലെ നമ്മൾ യുവജന സമ്മേളനവും ബാലജന സമ്മേളനവും ഇപ്പോൾ തന്നെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. യുവജന സമ്മേളനവും ബാലജന സമ്മേളനവും ഇപ്പോൾ നടന്നു കഴിഞ്ഞു. ഇന്നിനി വനിതാ സമ്മേളനം നടക്കാനുണ്ട്. നാളെ ഒരു സമ്മേളനവും സെമിനാറും നടക്കാനുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും സമ്മേളനം നടക്കാനുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ജന്മനക്ഷത്ര സമ്മേളനം നടക്കാറുണ്ട്. ഈ സമ്മേളനങ്ങളിലെല്ലാം സമ്മേളിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അറിയാനും അറിയിക്കാനും വേണ്ടിയാണ്. അങ്ങനെ അറിവിന്റെ തികവായ രൂപം എഴുന്നള്ളി നിന്നുകൊണ്ട് നടത്തുന്ന അറിവിന്റെ ഉത്സവമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതിനുവേണ്ടിയാണ് ആദർശക്കൊടി ഉയർത്തിയിരിക്കുന്നത്. എന്താണ് ഉയരേണ്ടത്? ആ മാനവ ഹൃദയമാണ് ഉയർന്നു പൊങ്ങേണ്ടത്. എങ്ങനെയാണത് ഉയരുന്നത്? ആത്മാവിന്റെ വളർച്ച അറിവിൽ നിന്നാകുന്നു. ആത്മാവിന്റെ ഉയർച്ച സൽക്കർമ്മത്താലാകുന്നു. സൽക്കർമ്മത്താൽ അല്ലാതെ ഒരു ആത്മാവ് ഉയർത്തപ്പെടുകയില്ല. ആ ദുഷ്കീർത്തി കൊണ്ട് ഒരാൾ ഉയർന്നതായിട്ടൊരു ചരിത്രമില്ല. ആ പലരെയും കുപ്രസിദ്ധരായിട്ട് അറിയപ്പെടുന്ന ചില ആളുകളുണ്ട്. മോഷണം കൊണ്ട് കുപ്രസിദ്ധമായ ചില ആളുകൾ, ഉന്നതന്മാരായ വ്യക്തികളെ മോശപ്പെടുത്തി സംസാരിച്ച് പ്രസിദ്ധരായ ചില ആളുകൾ. അതിന്റെ പേര് കുപ്രസിദ്ധം എന്നാണ്. അത് പ്രസിദ്ധമെന്നല്ല. അത് അങ്ങനെ ആയത് കൊണ്ട് മറ്റൊരു പ്രയോജനം ആർക്കും ഉണ്ടാവുന്നില്ല. കാരണം എല്ലാ മനസ്സിലും ആളിനോടൊരു വിരോധവും വിദ്വേഷവുമാണ് തോന്നുന്നത്. അങ്ങനെയല്ല, സൽക്കർമ്മത്തിൽ കൂടി ഉയർന്നു വരണം. ആ സൽക്കർമ്മത്തിൽ കൂടി ഉയർന്നു വരുവാനുള്ള വഴി ഈ ലോകത്തിൽ മറഞ്ഞു പോയപ്പോഴാണ്, അഥവാ ആത്മാവ് വന്ന് നരകത്തിൽപ്പെട്ട് മായാബന്ധിതരായി പോയപ്പോൾ ആ മായാമറയെ മാറ്റി സൽക്കർമ്മ വഴികളെ തെളിയിക്കുവാനാണ് സദ്ഗുരുവായി അവതാരമായി വന്നത്. ആ സദ്ഗുരു ഓതുന്ന സദ്വചനങ്ങൾ ആത്മാവിനെ സൽക്കർമ്മ വഴിയിലേക്ക് നയിക്കുകയാണ്. ആ നിർബന്ധമായി നമ്മൾ ഇരുത്തിക്കൊണ്ട് സ്തുതി നടത്തുകയും 10 ദിവസം പരിശുദ്ധ വ്രതമെടുപ്പിക്കുകയും ഈ ചിട്ടയായ ജീവിതക്രമങ്ങൾ അവരിലേക്ക് നിർബന്ധമായി ഏൽപ്പിക്കുകയും അങ്ങനെ ഒരു പരിശീലനം 10 ദിവസം ഈ കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട ഒരു പരിശീലനം കിട്ടുമ്പോൾ വിട്ടുപിരിയാൻ പറ്റാത്ത വിധത്തിൽ ആത്മാവിലൊരു ബന്ധം ഉണ്ടാവുകയാണ്. ആ ബന്ധമാണ് യഥാർത്ഥമായ പരമാത്മാ ജീവാത്മാ ബന്ധം. ആ പരമാത്മാ ജീവാത്മാ അനുരാഗത്തിൽ നിന്നാണ് ഈ ലോകം ഉണ്ടായത്. ഈ ലോകത്തിൽ നിന്നുകൊണ്ട് ആ ബന്ധത്തെ അറിഞ്ഞ് ആ പരമാത്മ ഹൃദയത്തിലേക്ക് ഒരു ആത്മാവ് ചേരുവാൻ തക്ക വിധത്തിൽ ആ ആത്മപ്രേമത്തെ വർദ്ധിപ്പിച്ച് പരമാത്മരൂപത്തോട് ചേർന്ന് ലയിക്കുവാനും രമിക്കുവാനും ആത്മാവുകൾ പരിശീലിക്കണം. ആ അങ്ങനെ ലയിക്കുവാനും രമിക്കുവാനും കഴിയുന്നവർക്ക് മാത്രമേ ഈ ആനന്ദം അനുഭവമാവുകയുള്ളൂ. ദേഹത്തോടുകൂടി ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് ഈ ആനന്ദം അനുഭവിക്കാത്ത ആർക്കും ദേഹം വിട്ടുപോകുമ്പോൾ ആനന്ദിക്കാൻ കഴിയുകയില്ല. കഴിഞ്ഞ ദിവസത്തെ ആരാധനയിൽ ഞാൻ അറിയിച്ചതുപോലെ
അറിയിച്ചതുപോലെ ഈ അനുഭവജ്ഞാനത്തെ ഓരോരുത്തർക്കും സ്വീകരിക്കത്തക്ക നിലയിൽ ലളിതമായി അവതരിപ്പിച്ച് അല്പാൽപമായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഭവിപ്പിച്ച് നിങ്ങളിൽ അതിന്റെ വളർച്ച ഉണ്ടാക്കി നിങ്ങളെ ആനന്ദത്തിൽ കൊണ്ടുവന്ന് എത്തിക്കുന്ന മഹായജ്ഞമാണ് ഗുരു അവതാരമായി നിന്നുകൊണ്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എത്തിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ആവശ്യമില്ലാത്ത ചിന്താഗതികളിലേക്ക് പോവുകയില്ല. എന്നെയും എന്റെ ലോകത്തെയും സൃഷ്ടിച്ച എന്റെ സൃഷ്ടാവ്, ഈ കാണുന്നതെല്ലാം ഉളവാക്കിയ എന്റെ ജഗദീശ്വരൻ, ഒരു ദേഹം സ്വീകരിച്ച് ഇങ്ങനെ വന്ന് കഷ്ടപ്പെടുന്നു. എന്റെ ദൈവമേ, ഞാൻ ഇനി അന്യമായിട്ടൊന്നും ചിന്തിക്കുകയില്ല. ഞാൻ അങ്ങനെ ഒരു ചിന്തകളിലേക്ക് പോവുകയില്ല. എന്റെ ഗുരുവിന്റെ ഇഷ്ടമല്ലാത്തതൊന്നും ഞാൻ പ്രവർത്തിക്കുകയില്ല. ഇങ്ങനെ തീരുമാനിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകണമെങ്കിൽ ഈ ആനന്ദം എന്തെന്ന് ആത്മാവിൽ അറിഞ്ഞെങ്കിലേ സാധിക്കുകയുള്ളൂ. ഈ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ കൊണ്ട് വിട്ടുപോകാനുള്ള മനസ്സുണ്ടാകുന്നവർ ഒന്ന് ചിന്തിക്കണം, ആനന്ദം നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ആനന്ദം അറിഞ്ഞവർക്ക് ഗുരുവിനെ വിട്ടുപോകാൻ കഴിയില്ല. കാരണം ലോകം മുഴുവൻ സഞ്ചരിച്ചാലും, എത്ര അത്ഭുതങ്ങൾ പോയി കണ്ടാലും, എത്ര അത്ഭുത പ്രവർത്തനങ്ങൾ കൂട്ടാളികളായി പ്രവർത്തിച്ചാലും ഈ സുഖം അനുഭവമാകുന്നതല്ല. കാരണം എന്താണ്? സമ്പൂർണ്ണ സുഖത്തിന്റെ സമ്പൂർണ്ണ രൂപം സദ്ഗുരു രൂപമാണ്. ആ സദ്ഗുരുവാണ് വന്നു നിന്നുകൊണ്ട് ഈ സുഖം പകർന്നു നൽകുന്നത്. അങ്ങനെ ആത്മസുഖം പകർത്തുവാൻ ആത്മനാഥൻ വസിക്കുമ്പോൾ ആത്മസുഖം ആത്മസുഖം
സ്വീകരിക്കുവാൻ ഏക വഴിയേ ഉള്ളൂ, ഗുരുവിന്റെ ശബ്ദങ്ങളെ അനുസരിക്കുക. സർവ്വസമ്പൂർണ്ണ ഗുണങ്ങളെ സ്വീകരിക്കുവാൻ ഏക വഴിയേ ഉള്ളൂ, ഗുരുവിന്റെ സമ്പൂർണ്ണ ഗുണങ്ങളുടെ പൂർത്തീകരണത്തിലാണ് ഗുരുരൂപം തെളിയുന്നത്. സമ്പൂർണ്ണ ഗുണങ്ങളുടെ പൂർത്തീകരണത്തിലാണ് ഗുരുരൂപം തെളിയുന്നത്. അപ്പൊ ഗുരുരൂപം കാണുമ്പോൾ എന്ത് കണ്ടു? ഗുരുരൂപം കാണുമ്പോൾ എന്ത് കണ്ടു? പൂരം നക്ഷത്രം കണ്ടു. ജ്ഞാന കണ്ണു താലല്ലോ പൂരം നക്ഷത്രം, ജ്ഞാനമുള്ളോരുള്ളിലെല്ലാം പൂരം നക്ഷത്രം. ഈ നടത്തുന്ന ഒരുക്കങ്ങളും ഈ സ്തുതികളും എല്ലാം ആ ഉന്നതമായ അവസ്ഥയിലേക്ക് ആത്മാവിനെ എത്തിക്കുവാൻ വേണ്ടിയാണ്. ഈ നടക്കുന്ന ഒരുക്കങ്ങളും സ്തുതികളും എല്ലാം ഉന്നതമായ അവസ്ഥയിലേക്ക് ആത്മാവിനെ എത്തിക്കുവാൻ ആ ബോധത്തോടുകൂടി ഏകോപിച്ചിരുന്നുകൊണ്ട് സ്തുതി നടത്തണം. വന്നവർ ഒക്കെ ഭാഗ്യവാന്മാർ. ഞാൻ ഈ ആഭരണങ്ങളും ആടകളും ഒക്കെ അണിഞ്ഞ് ഈ വന്നു നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഓരോ ദിവസവും വരുന്ന നിങ്ങൾക്ക് കാണുവാനും സന്തോഷിക്കാൻ വേണ്ടിയാണ്. എനിക്ക് ഇവിടെ വന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കുന്നതിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളിലൊരു സന്തോഷവും ആനന്ദവും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ മാറി മാറി വേഷങ്ങളൊക്കെ ധരിച്ച് വന്നു നിന്ന് നിങ്ങളെ കാണുകയും അനുഗ്രഹിക്കുകയും അതിന് ആർത്തിയോടുകൂടി വന്നു ചേരുന്നു, അതൊക്കെ ശ്രദ്ധിക്കുന്നു, നിങ്ങൾ സന്തോഷിക്കുന്നു എന്ന് കാണുമ്പോഴാണ് എനിക്കും സന്തോഷം. അങ്ങനെ ഇത്രയും സന്താനങ്ങളെങ്കിലും വന്നു ചേർന്ന് ഇന്നത്തെ ഈ സ്തുതിയിൽ പങ്കെടുക്കുന്നത് എനിക്ക് വലിയ സന്തോഷം. അടുത്ത തവണ ഇതിലും കൂടുതൽ ആളുകൾ വന്ന് പങ്കുചേരുവാൻ തക്ക വിധത്തിൽ നിങ്ങളുടെ സത്യജീവിതത്തിൽ കൂടി അനേകങ്ങളിലേക്ക് ഈ ആദർശത്തെയും ഈ ഗുരുവിനെയും അറിയപ്പെടുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒത്തുചേർന്നിരുന്നുകൊണ്ട് ഈ ജന്മനക്ഷത്ര സ്തുതി നടത്താം. എല്ലാം ആത്മാവിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കുമാണെന്നുള്ള പരമസത്യം ബോധ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ തിരുനാമങ്ങൾ സ്തുതിക്കുക. ഈ വന്നു ചേർന്നിരുന്ന് സ്തുതിക്കുന്നവരെയും വരാൻ കഴിയാതെ ഭവനങ്ങളിൽ ഇരിക്കുന്നവരെയും എല്ലാം ഒന്നുപോലെ ദർശിക്കുവാനും അനുഗ്രഹിക്കുവാനും കഴിവുള്ള ഗുരുവാണ് ശുഭാനന്ദ ഗുരു. പക്ഷേ ഒരു കാര്യമുണ്ട്, മനഃപൂർവ്വം ഒഴിവായിരിക്കുന്നതും ഒരു സന്ദർഭവശാൽ ഒഴിവായി നിൽക്കുന്നതും ഒക്കെ അറിയാനുള്ള അറിവ് ബോധസ്വരൂപനാകുന്ന ഈശ്വരനുണ്ട്. ഒരു പല കാര്യങ്ങൾ ഒരുക്കി ആശ്രമത്തിൽ വരണമെന്ന് തീരുമാനിച്ചു, പക്ഷേ സാഹചര്യം കൊണ്ട് പറ്റിയില്ല. അത് ഈശ്വരൻ അറിയാം, അവരെ അനുഗ്രഹിക്കും. അവരെല്ലാം കൂടെ പോയി സ്തുതിക്കട്ടെ, ഇപ്പൊ ഞാൻ പോയില്ല ഇപ്പൊ എന്തുവാ എന്ന് ചിന്തിച്ചിരിക്കുന്നവരെ ദർശിക്കുകയില്ല. അവർക്ക് അതിന്റെ ഫലമേ കിട്ടുകയുള്ളൂ. കാരണം കർമ്മമാണ് സുഖവും ദുഃഖവും ദാനം ചെയ്യുന്നത്. അപ്പൊ സുഖം ഉണ്ടാകണമെന്നുള്ളവർ സൽക്കർമ്മം ചെയ്യണം, ദുഃഖം മതി എന്നുള്ളവർ ദുഷ്കർമ്മം ചെയ്താൽ മതി. ഇത് രണ്ടും ചെയ്യാത്ത ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ ഒരു പ്രയോജനം ആർക്കുമില്ല, ആ ജന്മത്തിനുമില്ല. അതുകൊണ്ട് അങ്ങനെ വരരുത്. എപ്പോഴും കർമ്മം ചെയ്യുക. കർമ്മം ചെയ്തിടാതെ ദുഃഖസുഖമില്ല. മനോഹരമായ സംഗീതം.
സകലകലാവല്ലഭനാകുന്ന ദൈവത്തിന്റെ സംഗീതം. സകലകലാവല്ലഭനാകുന്ന ദൈവത്തിന്റെ സംഗീതം. ശരീരപ്രകാരം സംഗീതം പഠിച്ച ആളാണോ അത് പാടിയത്? ശരീരപ്രകാരം സംഗീതം പഠിച്ച ആളാണോ? അല്ല. പക്ഷേ ഹൃദയതടങ്ങളിൽ കുളിരണിയിക്കുന്ന, ആനന്ദം നിറയ്ക്കുന്ന ശുദ്ധ സംഗീതം ഇതാണ്. ഇത് ദൈവസംഗീതമാണ്. ദേവദേവാ ഗുരുദേവാ, ദേവദേവാ ഗുരുദേവാ, ദേവദേവാ ഗുരുദേവാ, പ്രകാരം ഉന്നതനാകുന്ന ദൈവം, സർവത്തിന്റെ ഉടമസ്ഥനായ ദൈവം നിങ്ങളുടെ ഈ സ്തുതിയെ സ്വീകരിക്കട്ടെ. സ്വീകരിക്കത്തക്കതായി സ്തുതി നടക്കട്ടെ. ഓരോ ഹൃദയങ്ങളും ആനന്ദിക്കട്ടെ. ആത്മനാഥൻ എഴുന്നള്ളുന്നുകൊണ്ട് പൂരം നക്ഷത്ര മഹോത്സവം ആനന്ദമായി നടത്തണമേ എന്ന സങ്കല്പത്തോടുകൂടി നിങ്ങൾ സ്തുതി നടത്തുക. ജന്മനക്ഷത്ര ഘോഷയാത്രയും ജന്മനക്ഷത്ര പ്രകാശയാത്രയും ഉന്നതമായും ആനന്ദമായി നടത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി പ്രകൃതിയും ദേവീ ദേവന്മാരും ഭൂത പരമ്പരകളും ഭക്തലോകവും ഒത്തുചേർന്നെല്ലാം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. സർവ പ്രകൃതികളും തുണയായി നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഉന്നതമായ മഹാധാരാസ്തുതി ആനന്ദമായി നടത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുക. മഹാഗോപുരത്തെ ഉന്നതമായി പൂർത്തീകരിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുക. അതിനായി ദൈവം തിരഞ്ഞെടുത്ത ദൈവസന്താനമായ ആത്മദീപത്തെ സർവശക്തിയുടെ തൃക്കരങ്ങൾ എപ്പോഴും കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുക. രാജഗോപാലിനെയും സ്ഥപതികളെയും ശില്പികളെയും എല്ലാ തൃക്കരങ്ങൾ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുക. ഒത്തുചേർന്ന് അതിന്റെ ഉദ്ഘാടന കർമ്മം കാണുവാൻ അവസരം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുക. ആ ഉന്നതനാകുന്ന ദൈവം അതിനായി പ്രത്യക്ഷമായി വാഴണമേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള സങ്കല്പങ്ങളോടെ, അങ്ങനെയുള്ള അപേക്ഷകളോടെ, അവരവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ കൂടി സങ്കല്പിച്ചുകൊണ്ട് ഈ ജന്മനക്ഷത്ര സ്തുതി നിങ്ങൾ നടത്തുക. നാളെ പ്രഭാതം വരെ ഇതാനന്ദമായി ജഗദീശ്വരൻ നടത്തട്ടെ. ഉന്നതമായും ആനന്ദമായും നടത്തപ്പെടട്ടെ. സമ്മേളനം നടക്കുന്ന സമയത്ത് കുറച്ചുപേര് ഇവിടെ നിന്ന് സ്തുതിക്കുകയും ബാക്കിയുള്ളവർ പോയി സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യുക. അതിന് ഞാൻ പ്രത്യേകം അനുവദിക്കുകയാണ്. കാരണം വിശിഷ്ടാതിഥികളെ ക്ഷണിച്ച് ഈ വിധത്തിൽ നമ്മളെല്ലാം ഒരുക്കി നടത്തുമ്പോൾ അവിടെയും അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടാവണം. എല്ലാം ഈശ്വരൻ എഴുന്നള്ളി നടത്തുമാറാണ്. അവിടെ പോയി പങ്കെടുക്കാൻ ഞാൻ അനുവദിക്കുകയാണ്. എന്നാൽ സ്തുതി മുടക്കരുത്. ജന്മനക്ഷത്ര സ്തുതിയാണ്. ഈ സ്തുതിയുടെ ശക്തി അനുസരിച്ചാണ് ആനന്ദം നിങ്ങളിലേക്ക് എത്തുന്നത്. ആനന്ദ സ്വരൂപനാകുന്ന ദൈവമെല്ലാം ഉന്നതമായി നടത്തുമാറാകട്ടെ.